ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ ഒരു 60 മിനിറ്റായി. 60 മിനിറ്റിന് മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റും ഒരു ലിങ്കും വന്നു. ആ ലിങ്കിനകത്ത് ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറിയപ്പോൾ അത് കൊച്ചിക്കാരൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നുള്ള ലിങ്കാണ്. അപ്പോൾ അതിനകത്ത് പരാമർശിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഇട്ടൊരു വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്ത് എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ആ ചേട്ടൻ അത്ര ബുദ്ധി കുറവാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ ചേട്ടൻ്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ആ വീഡിയോയ്ക്കകത്തുണ്ടായിരുന്നു. അത് പോരാ, ഞാൻ തന്നെ ഇതിനുള്ള ഉത്തരം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചേട്ടൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്തായാലും ആ ചേട്ടൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ആ ചേട്ടന് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ 1-ാം തീയതി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പ്രിയ സുഹൃത്ത് രേണു സുധി ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, അവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വോട്ടുകൾ കൊടുത്ത് അവളെ വിജയിപ്പിക്കുകയും ചെയ്യണേ എന്നും പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2-2.5 മണിക്കൂറിനകം വെച്ച് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ആ ഡിലീറ്റ് ചെയ്ത നിമിഷം മുതൽ ആ ഒരു പോസ്റ്റർ എടുത്തിട്ട് ഒരുപാട് ബ്ലോഗർമാർ എനിക്കെതിരെ വീഡിയോ ഇട്ട്. എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരിയായിട്ട് കൂടെ നിന്നിട്ട് പുറകിൽ നിന്ന് കുത്തി, രേണു സുധിയുടെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഞാൻ തടഞ്ഞു, ഞാൻ ഇട്ടിൻ്റെ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ രേണു സുധിക്ക് മോശമായ രീതിയിൽ ഞാൻ ചെയ്തെന്നുള്ള രീതിയിലാണ് ആ ബ്ലോഗർമാരെല്ലാവരും കൂടെ ആ ബ്ലോഗ് ഇട്ടത്. സത്യസന്ധമായിട്ട് നടന്ന കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാരണം ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്, ഒന്നും ഇമാജിൻ ചെയ്ത് പറഞ്ഞുണ്ടാക്കുന്നതല്ല. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറയാം. ഞങ്ങൾ കമോൺ മീഡിയ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞങ്ങൾ 16 ഷോർട്ട് ഫിലിമും 2 വെബ് സീരീസ്, ഒരു 3-4 ആൽബം സോങ്ങും ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യം പറയുന്നത്. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് സുമതി വളം എന്ന് പറഞ്ഞ ഒരു മണിക്കൂറത്തേക്കുള്ള ഒരു ഹോം ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് 17-ാം തീയതി റിലീസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു ഇത് പറഞ്ഞു തരുവാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇന്നലെ ഇന്നോ തുടങ്ങിയതല്ല എന്നുള്ള രീതിയിലാണ് അത് ആദ്യമേ പറയുന്നത്. പറയുമ്പം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് പറയണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ രേണു സുധിയെ ഞാൻ പരിചയപ്പെടുന്നത് ദയാവധം എന്ന് പറഞ്ഞൊരു സിനിമ ലൊക്കേഷനിൽ വെച്ചാണ്. അന്ന് മുതൽ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടേത്. അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു തുടങ്ങാൻ പോകുന്നുള്ളൊരു ലാഞ്ചന പോലും ആ സമയത്തൊന്നും നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കേൾക്കണം. നിങ്ങൾക്ക് ഉത്തരം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആൻഡ് കട്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് രേണു ഞാനുമായിട്ടുള്ള. അതിനുശേഷം ഈ കൊച്ചിന് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളും കഷ്ടം ഒരു പെണ്ണാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ മോന്ത പല്ലിയുടെ കണക്കിരിക്കുന്നു, ഓന്തിൻ്റെ കണക്കിരിക്കുന്നു, ഡാക്കിനി അമ്മൂമ്മ. കഷ്ടം. സത്യം പറഞ്ഞാൽ ഒരുപാട് ആക്ഷേപങ്ങൾ സഹിച്ച് അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. അതിപ്പോൾ ദൈവം എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചാൽ പിന്നെ ഈ ലോകം ഇല്ലല്ലോ. അപ്പോൾ അത്രയും മാത്രം നെഗറ്റീവ് കമൻറ്റുകളും സഫർ ചെയ്ത് ഒരു മനുഷ്യരുടെ ഒരു സഹായം, ഒരു താങ്ങും തണലും ഇല്ലാതെ പണ്ടങ്ങാണ്ട് സൂചന ജീവിച്ചിരുന്ന കാലത്ത് തൊട്ടേ ഉള്ള കാര്യങ്ങളും എല്ലാം പുറത്തെടുത്തിട്ട് ഇപ്പോൾ ഈ ലൈവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രേണു സുധിക്ക് ഒരുപാട് നെഗറ്റീവും ആ കുഞ്ഞിനെ താങ്ങാൻ അങ്ങനെ തന്നെ ഞാൻ പറയും. നിങ്ങളിപ്പോൾ പറയാം കുഞ്ഞ് നിൻ്റെ മോളാണോ എന്ന് ചോദിക്കുന്നവർ ചോദിച്ചോ, നോ പ്രോബ്ലം. എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്നത് ഞാൻ പറയുന്നത്. ആ കൊച്ചു അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും എല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ എനിക്കതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ നിൽക്കണമെന്നും സ്നേഹിക്കണമെന്ന് തോന്നി. അത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഫ്രണ്ട്ഷിപ്പിന് അത്രത്തോളം വാല്യൂ ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ബന്ധം അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും ആ കുട്ടിയോട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ഷോർട്ട് ഫിലിം ആൽബം ചെയ്യാൻ പ്ലാൻ ചെയ്ത് രേണു സുധിയെയും പ്രതീക്ഷനെയും വെച്ച്. അപ്പോൾ നമ്മൾ പറയുന്ന ദിവസം അറിയാമല്ലോ, അവൾ നല്ല വൃത്തിക്ക് നല്ല അടിപൊളി തിരക്കുള്ളൊരു ആർട്ടിസ്റ്റായിട്ട് മാറി. ഷോർട്ട് ഫിലിം ആയാലും വെബ് സീരീസ് ആയാലും ആൽബം ആയാലും ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ലൊക്കേഷനോട്ട് മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവൾക്ക് ഏതാണ്ട് ഡേറ്റ് ഇല്ല. കുറേ മാസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഡേറ്റ് ഒക്കാത്തത് കൊണ്ടും നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയായി കിട്ടാത്തത് കൊണ്ടും അവളുമായിട്ട് ഉള്ളൊരു വർക്ക് ഞങ്ങൾക്ക് നീണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആൽബം സോങ്ങും ഒരു സ്ക്രിപ്റ്റും ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവരുടെ ഡേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് പ്രോഗ്രാം അന്നും ഇവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയും ഇവർ ഷൂട്ട് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു രേണു എന്ത് പറഞ്ഞാലും ശരി ഇതിന് നമ്മളോട് വന്ന് സഹകരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചേച്ചി, ഞാനൊരു 25-ാം തീയതി 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ, അതായത് ജൂലൈ 26, 27 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം ഫ്രീ ആകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിയുടെ ഒരു ചെറിയൊരു ലാഞ്ചന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതിന് പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഈ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിൻ്റെ കാര്യം പിന്നെ അവിടെ ഒരു താന്ന്
അതുകൊണ്ടോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോയി. സത്യമാണ് ഈ പറയുന്നത്. അല്ലാതെ അവർ അന്നേരം വിളിച്ച് അന്നേരം തൊട്ടേ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളെ നേരിട്ട് എനിക്കും അനുഭവമുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പം എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാനൊരു ഉത്തരം തരികയാണ്. അന്നേരം അപ്പം ഈ വിളിച്ചു വെച്ചപ്പോൾ പ്രതീഷിന് അവിടെ ലീവ് കിട്ടില്ല. അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ലീവ് കിട്ടാൻ പാടാണ്. അന്നേരം പിന്നെ വേറൊരു നായകനെ ഒപ്പിക്കണമല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരു ആഡ് കൊടുത്തു, പരസ്യം കൊടുത്തു. നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിഷ്ണു എന്ന് പറയുന്ന, തൃശ്ശൂരുള്ള. അവന് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, അവന് നല്ല റീൽ ചെയ്ത് ഇച്ചിരി അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു തന്നെ. അപ്പോൾ അവൻ്റെ കൂടെ റീൽ ചെയ്യാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നോക്കിയപ്പോൾ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ അയച്ചു. നമ്മളെല്ലാം സെലക്ട് ചെയ്ത് രേണുവിന് അയച്ചു കൊടുത്തു. അപ്പോൾ രേണുവിനും ഇഷ്ടപ്പെട്ട് ഒക്കെ ഓക്കെ ആക്കി. ഇന്നപ്പം 29 തീയതി വരെ രേണുവിന് ഷൂട്ടുണ്ട്. 29 തീയതി ഷൂട്ട് കഴിഞ്ഞിട്ട് രേണു 30 തീയതി വൈകിട്ടോ അല്ലെങ്കിൽ 30 തീയതി ഇവിടെ എത്താമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ അവൾ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ആൽബത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് വർക്കലയിലാണ് എന്ന് അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ അടുത്തേക്കാണ് അവൾ വരുന്നത്, ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം 30 തീയതി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ വ്യക്തി 30 തീയതി 29 തീയതി രാത്രി ഞങ്ങളുടെ എൻ്റെ കയ്യിൽ വോയിസ് മെസ്സേജ് കിടപ്പുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന കണക്ക് പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് വിളി വന്നു ചേച്ചി, ഞങ്ങൾ വിചാരിച്ചിരുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കും എൻട്രി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതുവരെ ഇരുന്നത്. നോട്ട് ദി പോയിന്റ്, വ്യക്തമായിട്ട് കേൾക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് കാണാൻ സാധ്യതയില്ല. 8 തീയതി വരെ ഉള്ള വർക്ക് രേണുസുതി എടുത്തോ എന്ന് ബിഗ് ബോസിൽ നിന്ന് അനുവാദം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രിയാണ് പെട്ടെന്ന് 29 തീയതിയാണ് അവൾക്ക് കോള് ചെല്ലുന്നത്, 30 തീയതി കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുന്നൊരു വ്യക്തി 30 തീയതി കയറണം എന്നല്ല, 31 തീയതി അങ്ങനെയുള്ളൊരു വ്യക്തി ഞങ്ങളുടെ വർക്കിൽ എങ്ങനെ വരാൻ പറ്റില്ല. അപ്പം ഞാൻ അവളെ വോയിച്ചിട്ടൊരു, ചേച്ചി നമുക്ക് അതല്ലേ ചേച്ചി പ്രധാനം, ഞാൻ അതിന് പോയി. ഞാൻ പറഞ്ഞു ശരിയായിട്ട് എന്നാൽ പോയിക്കോ, നീ പോയിട്ട് വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം കപ്പടിക്കുമ്പോൾ ചിലപ്പം ചിലരുടെ സ്വഭാവം മാറാം, ചിലരുടെ മാറത്തില്ല. പക്ഷേ ഇവിടെ സംബന്ധിച്ച് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മാറിയാലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞ് ഇവള് 30 തീയതി പോകുമെന്ന് പറഞ്ഞ് 31 തീയതി ഇവക്ക് കയറണം. പിന്നെ മെഡിക്കലുണ്ട്, ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചെയ്ത് തൽക്കാലത്തേക്ക് ഈ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ ഒഴിവാക്കി. അപ്പോൾ ഈ 31 തീയതി കഴിഞ്ഞ് 31 തീയതി ഒരു 12:30 രാത്രി 12:30 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഒന്ന് വിളിച്ചു. 10:30 പോകുന്നത്. അപ്പം 12:30 കഴിഞ്ഞ് വിളിച്ചപ്പോൾ ടൈം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. ഇനി അതിനകത്ത് കയറി പിടിച്ച് തൂങ്ങണ്ട, നമ്മളിപ്പോൾ എല്ലാം മെമ്മറി വെച്ചുകൊണ്ടിരിക്കുന്നില്ല. സപ്പോസ് പറയണം ഒരു 12:30 ആവും രാത്രി. വിളിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ചെന്നൈ എത്തിയതേ ഉള്ളൂ, വന്നാണ് ചേച്ചി ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ചെന്നൈ ചെന്നെത്തി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പിറ്റേ ദിവസമാണ് 1 തീയതി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാം, സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. PR വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരാൾക്ക് ഒരു വോട്ട് ചോദിക്കുന്നതാണ് PR വർക്കെങ്കിൽ ഞാൻ അതിന് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാനിത് PR വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ പുറകിൽ 1000 ആൾക്കാരൊന്നുമില്ല ഒരുമിച്ച് കയറി സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറയുന്ന എന്നെ ഇഷ്ടമുള്ളവർ, ഞാൻ അവരുടെ അടുത്ത് പറയുന്നു അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് പറയുന്നു, അവർ ചെയ്യുന്നു. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പണിയും ഇല്ല. സത്യസന്ധമായിട്ട് പറയാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വലുത്, ഈ ലോകത്ത് ഏറ്റവും വലുത് മക്കൾ തന്നെയാണ്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട എങ്കിലും എൻ്റെ മക്കൾ സത്യമായിട്ട് ഞാൻ പറയുന്നത് PR വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്സിന് നമ്മളെ കൊണ്ട് ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രേണുവിന് വേണ്ടി ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. പിന്നെ അവളെങ്ങനെ ഇട്ടങ്ങ് അവഹേളിച്ച് ഓരോരുത്തന്മാരിടുമ്പം അതിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ വ്യക്തമായി കാണുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഈ പോസ്റ്റ് ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ കാണാം, രേണു തന്നെ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ചേച്ചി തൽക്കാലത്തേക്ക് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം, 3 തീയതി കഴിഞ്ഞതിന് ശേഷം ചേച്ചി അപ്ലോഡ് ചെയ്താൽ മതി, കാരണം ടിക്കറ്റ് കൈ കിട്ടിൻ്റെ വാതിൽ വന്നാലും ചിലപ്പോൾ റിജക്റ്റ് ആവാം എന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടും പറഞ്ഞ ഇങ്ങനെ ഒരു നിയമം, അതായത് ബിഗ് ബോസിൽ കയറുന്നു എന്നുള്ള പ്രഡിക്ഷൻ അല്ലാതെ ഒരാൾ കയറുന്നു എന്നൊരു ഉറപ്പ് പറയാൻ പാടില്ല എന്നുള്ളൊരു നിയമം എനിക്കറിയില്ലായിരുന്നു. അതിന് ഞാൻ ഇനി എങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അതിന് ശേഷം വന്ന വ്ളോഗർമാർ എന്നെ എടുത്ത് കൊടുത്ത വീഡിയോകളൊക്കെ കണ്ട് ഞാൻ എനിക്ക് ഈ ബിഗ് ബോസ് സ്റ്റാർട്ടായി 3 തീയതി ഈ രേണുവിൻ്റെ എൻട്രി വരുന്നത് വരെ ഞാൻ അനുഭവിച്ച മനോവേദനയും ടെൻഷനും. കാരണം നമ്മളൊരു നല്ലത് ഉദ്ദേശിച്ച് ചെയ്തത് അവൾക്ക് മോശമായിട്ട് വരുമോ എന്നുള്ളൊരു പേടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഈ കൊച്ചിക്കാരൻ ചേട്ടൻ പറഞ്ഞതിനുള്ള ആൻസറാണ് ഞാൻ ഈ തരുന്നത്.
പിന്നെ അവരവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് രേണുവാണ് എനിക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വെച്ചിട്ട് ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ ചേച്ചി ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആ പോസ്റ്റ് എൻ്റെ ഫേസ്ബുക്കിലും ഇട്ടത്. ആ വീഡിയോ എടുക്കുന്ന സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അത് പക്ഷെ അപ്ലോഡ് ചെയ്ത് നേരത്തെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഷെഡ്യൂളാക്കി വെക്കാമല്ലോ. ഇന്ന സമയത്ത് അപ്ലോഡ് ആവാൻ വേണ്ടി നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന് വീഡിയോ എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് അങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനില്ല, വേറൊന്നും അതെനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇത് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു എന്നുള്ളത് സത്യമാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞു ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ള ഒരാൾ ഞാൻ, എന്നിട്ട് എനിക്ക് നിയമങ്ങൾ അറിയില്ലേന്ന്. ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ടിങ് മുതലേ എനിക്ക് ആഗ്രഹമുണ്ട്, സത്യമായിട്ട് പറയുവാണ്. ഭയങ്കര എൻ്റെ ഒരു അംബീഷനാണ് ബിഗ് ബോസിൽ പോകുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനൊരു നിയമം, അതായത് കയറുന്നതിന് മുമ്പ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കയറി അവർക്ക് വേണ്ടി വീഡിയോ ഇട്ട് അവർ പോയി എന്ന് പറയരുത് എന്നുള്ള നിയമം എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു പാളിച്ചയാണത്, എനിക്കറിയില്ലായിരുന്നത്. അവൾ ബിഗ് ബോസിൽ കയറി അവളെ എൻട്രി കാണിക്കുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ ദൈവത്തിനും എനിക്കും മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ചേട്ടൻ്റെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവായേ. ഈ പറഞ്ഞത് വീഡിയോ എടുത്തത് എനിക്കറിയില്ല, അവർ അപ്ലോഡ് ചെയ്ത ടൈം എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഇട്ട് തന്നപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തെന്നുള്ള സത്യമാണ്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഡിലീറ്റ് ചെയ്തത് PR പറഞ്ഞിട്ടല്ല, രേണു സുധി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തത്. അപ്പോൾ പിന്നെന്തോ ചേട്ടൻ്റെ സംശയം? ഇത്രയേ ഉള്ളൂ. PR വർക്കൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് വർക്കാണ് ചെയ്യുന്നത്. ഞാൻ മാത്രം എന്നെ കേൾക്കുന്ന, എന്നെ ഇഷ്ടമുള്ളവർ ഞാൻ പറയുന്ന അനുസരിക്കുന്നു, അവർ വോട്ട് ചെയ്യുന്നു. അവർക്കും ഇഷ്ടമായിട്ടാണ്. നമ്മൾ ഒരാരെയും പിടിച്ച് കെട്ടിയിട്ട് അടിക്കുന്നില്ലല്ലോ. ഈ ലോകത്ത് അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അനുഭവിച്ച ദുരിതം, അതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് രേണുസുധിയുടെ കൂടെ. അല്ല രേണുസുധി ഇപ്പോൾ ജയിച്ച് വന്നാലും അല്ലെങ്കിൽ PR വർക്ക് ചെയ്യുന്നതിന് എനിക്ക് കാശ് തന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ നെവർ മൈൻഡ്, എനിക്ക് അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ രേണുവിൻ്റെ പേരെടുത്ത് വെച്ചിട്ട് ഞാൻ ഫേമസ് ആവാൻ വേണ്ടി നിൽക്കുന്നു പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. രേണു ബിഗ് ബോസിൽ പോയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. ഇവളെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ഞാൻ രേണുസുധിന് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പേജിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ എല്ലാ സംശയങ്ങളും ഇവിടെ തീർന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചേട്ടൻ്റെ ഒരു ചോദ്യത്തിന് ഒരു വില കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടന് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ചേട്ടൻ കാണുക, ചേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റുകൾ ഇടുക. അതല്ലെങ്കിൽ ചേട്ടൻ വീഡിയോ ഇട്ടോ, എനിക്കെതിരെ ചേട്ടൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോ ഇട്ടോ. ആ വീഡിയോ എൻ്റെ ലിങ്ക് എനിക്ക് അയച്ച് ഞാൻ അതിന് ചേട്ടന് മെൻഷൻ ചെയ്ത് തിരിച്ചൊരു വീഡിയോ അയച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. അവരെ വാച്ചിൽ 10 മണിക്ക് ഷൂട്ട് ചെയ്തിട്ട് രാത്രി 12 മണിക്കിട്ട് അതൊന്നും എനിക്കറിയില്ല. എന്നെ ബാധിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്കറിയാവുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 31-ാം തീയതി ഞങ്ങളുടെ ഇവിടെ ഷൂട്ടിങ്ങിന് വരേണ്ടതായിരുന്നു രേണു സുധി. അവർക്ക് വരാൻ പറ്റാതെ പോയത് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി ചെന്നൈ ചെന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആക്രാന്തത്തിനാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് രേണു തന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അല്ലാതെ ഇത് PR വർക്കോ ഇത് ആൾക്കാർ ആകാംക്ഷയോടെ നിൽക്കുമെന്നോ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഉടനെ ഇവൾ മറ്റേ വീഡിയോ ഇടുമെന്നോ ഒന്നും പ്രഡിക്റ്റ് എനിക്കറിയില്ലായിരുന്നു. ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് സത്യം, ദൈവസാക്ഷി സത്യം. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിനാണ് സത്യമാണ് ഞാൻ ഈ പറയുന്നത്. വേണമെങ്കിൽ വിശ്വസിക്കാം. ചേട്ടൻ്റെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ തന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ ഡിയർ ഫ്രണ്ട്സ് കണ്ടല്ലോ ഞാൻ കിടന്ന് ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഇതൊക്കെ നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതിനകത്ത് 2 ഭാഗങ്ങളുണ്ടാവും. നോ പ്രോബ്ലം, പോകുന്നിടത്തോളം പോകും. എന്നെക്കൊണ്ട് പറ്റുന്നത് വരെ ഞാൻ രേണുസുധിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ഷെയർ, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ്.